പിണറായി വിജയൻ കേരളത്തിൻ്റെ വെറുമൊരു മുഖ്യമന്ത്രി മാത്രമല്ല, ശരിക്കും കഴിഞ്ഞ 28 വർഷങ്ങളായിട്ട് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ രാജാവാണ് പിണറായി വിജയൻ. ഈ 28 വർഷം എന്ന് പറയുന്നത് സത്യത്തിൽ പല മുഖ്യമന്ത്രിമാരും മാറി മാറി വന്നിട്ടുണ്ടാവാം. പക്ഷേ ഈ കഴിഞ്ഞ 28 വർഷമായിട്ട് കേരളം ഭരിക്കുന്നത് പിണറായി തന്നെയാണ്. എങ്ങനെ വേണമെങ്കിൽ നോക്കിക്കോ. അതായത് 1998 മുതൽ പുള്ളിക്കാരൻ മുഖ്യമന്ത്രിയാകുന്നത് വരെ കേരളത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം അത് പുള്ളിയുടെ കയ്യിലായിരുന്നു. CPM-ൻ്റെ സെക്രട്ടറി ആയിട്ടായിരുന്നു എങ്കിലും ശരിക്കും പലരും മാറി മാറി വന്നെങ്കിലും ഭരിച്ചത് മുഴുവൻ പിണറായി തന്നെയാണ്. അതിൻ്റെ മെയിൻ കാരണം ഈ കാലയളവിൽ പല വികസന പ്രവർത്തനങ്ങളും വന്നു, പക്ഷെ ഒന്നുപോലും നടപ്പാക്കാൻ പുള്ളി സമ്മതിച്ചിട്ടില്ല. കാരണം പുള്ളി ഭരണത്തിൽ ഇരിക്കുമ്പോൾ മാത്രമേ ഇവിടെ എന്ത് നടത്താവൂ എന്ന് അയാൾക്കൊരു തീരുമാനം ഉണ്ടായിരുന്നു. ഭരിച്ചത് ആരൊക്കെ ആയിരുന്നാലും പുള്ളിയുടെ തീരുമാനമായിരുന്നു നടന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഈ കഴിഞ്ഞ 10 വർഷം നടന്ന വികസനം അല്ലാതെ അതിനു മുമ്പിൽ യാതൊരു വികസനങ്ങളും, അതിനു മുമ്പുള്ള 18 വർഷവും യാതൊരു വികസനങ്ങളും കേരളത്തിൽ നടന്നിട്ടില്ല. നടന്നതെല്ലാം ഹർത്താൽ, ആടി പിടി എന്നുള്ളത് മാത്രം. അത് പുള്ളിയുടെ തീരുമാനമായിരുന്നു. ഒരു മുഖ്യമന്ത്രി ആവുക എന്നുള്ള പുള്ളിയുടെ തീരുമാനമായിരുന്നത്. അതുമാത്രമല്ല, ഞാൻ തന്നെ ആയിരിക്കണം കേരളത്തിൻ്റെ വികസനം കൊണ്ടുവരുന്നത് എന്നും മറ്റൊരൊറ്റയാൾക്കും അത് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള അങ്ങേരുടെ തീരുമാനമായിരുന്നു. അതിനു മുമ്പ് ഇരുന്നവർക്ക് ആ തീരുമാനം അംഗീകരിപ്പിക്കുക എന്നതായിരുന്നു പുള്ളിയുടെ തീരുമാനം. മറ്റുള്ള ഒരു മുഖ്യമന്ത്രിക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. വിഴിഞ്ഞത്തിൻ്റെ കേസ് തന്നെ വളരെ പണിപ്പെട്ടാണ് ലാസ്റ്റ് വിഴിഞ്ഞത്തിൻ്റെ ഉദ്ഘാടനം നടത്തിയത്. പക്ഷെ എന്നിട്ടും പ്രയോജനമൊന്നും ഉണ്ടായില്ല. വിഴിഞ്ഞത്തിന് തറക്കല്ലിടാൻ ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞുവെങ്കിലും ഇനി അടുത്ത പ്രാവശ്യം വരുന്നത് ഞാൻ തന്നെയാണ് എന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണ് അതിനങ്ങേര് സമ്മതിച്ചത്. അതല്ലായിരുന്നെങ്കിൽ അതും ഒരു വഴിക്കാക്കാൻ പുള്ളിക്ക് ഉറപ്പായിട്ടും സാധിച്ചേനെ. പ്രതിപക്ഷമായിട്ടോ ഭരണപക്ഷമായിട്ടോ ഒക്കെ ഇരുന്ന കോൺഗ്രസ്സിന് ഇതിലൊരു ചുക്കും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് പരമമായ സത്യം. ഇത് പിണറായിയുടെ നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഭരണാധികാരി എന്നുള്ളത് അല്ലെങ്കിൽ ഒരു തീരുമാനം എടുത്താൽ അത് നടപ്പിലാക്കാനുള്ള ശേഷി പിണറായിക്ക് കൂടുതലാണ്. അത് വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് യാതൊരു കഴിവുമില്ല. കോൺഗ്രസിൻ്റെ പാർട്ടി മൊത്തത്തിൽ നിന്നാലും പിണറായി ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. ആലോചിച്ച് നോക്കുക, കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് പിണറായിയുടെ എതിരായിട്ട് എന്തെല്ലാം അലിഗേഷൻസ് മാത്രമല്ല തെളിവുകളായിട്ട് വന്നു. എന്നിട്ട് എന്ത് പറ്റി? ഒരു ചുക്കും സംഭവിച്ചില്ല. ഇതേ അവസ്ഥ കോൺഗ്രസിൽപ്പെട്ട ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഭരിക്കുമ്പോൾ ആണുണ്ടായതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സെക്രട്ടേറിയറ്റ് മിച്ചം വെച്ചേക്കുമോ? അതിപ്പോൾ കോൺഗ്രസ്സുകാരങ്ങനെ ചെയ്യണമെന്നല്ല പറയണത്. ഒരു പ്രതിഷേധിക്കാനുള്ള ഒരിതുപോലും കോൺഗ്രസ്സുകാർക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഈ കണ്ട കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതേ മാറ്റം ഇനിയും അങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാതിരിക്കുക. കാരണം അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി അവർ ചെയ്യണമെന്ന് വിചാരിച്ചാലും ഇപ്പോൾ മനസ്സിലുണ്ടെങ്കിൽ പോലും സാധിക്കില്ല. കാര്യം പിണറായി വിജയൻ ഇവിടെ ജീവനോടെ ഉണ്ട്.
പുള്ളിക്കാരൻ്റെ കാലം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ഇനി പ്രതിപക്ഷമായിട്ട് വരുന്നത് ഒരുപക്ഷെ ബി ജെ പിക്കാർ വല്ലതും ആണെങ്കിൽ ചിലപ്പോൾ അടിച്ചു നിന്നാലായി എന്ന് തോന്നുന്നു. ഇനി അവർക്ക് അതിനുള്ള ശേഷി ഉണ്ടോ എന്നുള്ളത് അത് വരുമ്പോഴല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ. പക്ഷെ എന്തായാലും കോൺഗ്രസ്സിന് അതിനെക്കൊണ്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾ അത്ര മണ്ടന്മാരൊന്നുമല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയും ഇതേപോലെ കുറച്ചെങ്കിലും മനസമാധാനം വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും പിണറായി വിജയൻ തന്നെ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പിണറായി വിജയൻ ജീവനോടുള്ളിടത്തോളം കാലം എന്തായാലും പുള്ളിക്കാരൻ തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും പിണറായി തന്നെ വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.